ഈ പ്രശസ്തിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് എപ്പോഴും പറയുന്നൊരു കഥയുണ്ടല്ലോ, അതൊന്ന് ഒന്ന് പറയാമോ? ആ കഥ ഒരു സാങ്കല്പിക കഥയാണ്. സാങ്കല്പിക കഥയാണല്ലോ എല്ലാ കഥയും അല്ലേ. ഒരു ദിവസം ഭഗവാൻ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് പുറത്തു പോവാം, എല്ലാവർക്കും കൂടി പുറത്തു പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി ഒരുങ്ങി മക്കളെയൊക്കെ റെഡിയാക്കി ഭഗവാന്റെ അവസാനത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി പുറത്തു പോകാൻ തീരുമാനിക്കുക. അങ്ങനെ ഇവരെ നാലാളും കൂടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മുരുകൻ കുരുത്തം കെട്ടതാണല്ലോ, ചെറുതല്ലേ. ആ ചെറുത് ഓടിപ്പോയിട്ട് കൊടിമരം, നല്ല സ്വർണം പൂശിയ കൊടിമരം അല്ലേ, അതിൽ പാഞ്ഞങ്ങ് കയറി. കുട്ടികളങ്ങനെയല്ലേ, കയറിയപ്പോൾ ശക്തി പറഞ്ഞു താഴെ ഇറങ്ങി. മുരുകൻ ചോദിച്ചു, എന്തേ? താഴെ ഇറങ്ങിക്കോ വേഗം. എന്തേ? ഇതേ നിൻ്റെ അച്ഛൻ്റെ വകയൊന്നുമല്ല. മുരുകൻ അവിടെ നിന്ന് ഇങ്ങനെ ഊർന്നങ്ങ് താഴെ ഇറങ്ങി നോക്കുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലാത്ത പറമ്പത്ത് പവിത്രൻ വക കൊടിമരം. ഗണപതിക്ക് പിന്നെ ഇതിലൊന്നല്ല ശ്രദ്ധ, ഒരു തിടപ്പള്ളി ഭാഗത്തേക്കാണ് നോക്കുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുള്ളി അവിടെ പോയിട്ട് വലിയൊരു വട്ടളയിൽ കയറി ചാടി കയറി അത് പിടിച്ച് അതൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവി അവിടെ പോയിട്ട് പറഞ്ഞു, മാറിക്ക്, ഇത് നിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ സരസ്വതി അമ്മ വക വട്ടള. ചെറിയ സ്പൂണുണ്ടല്ലോ ക്ഷേത്രത്തിൽ അച്ചാറൊക്കെ വിളമ്പുന്ന, ഉപ്പ് വിളമ്പുന്ന സ്പൂണ്, അതിൻ്റെ അകത്ത് വരെ പേരെഴുതി വെക്കും.